കുറേ നാളത്തേക്ക് ശേഷം രാജു വീട്ടിൽ തിരിച്ചെത്തുകയാണല്ലോ. അങ്ങനെ എതിസോറിനോട് വരാൻ വൈകിയതിൻ്റെ കാരണങ്ങളൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് അവൻ അകത്തേക്ക് ചെല്ലുകയാണ്. അടുക്കളയിലാട്ടെ നന്ദിനി നല്ല ജോലി തിരക്കിലായിരുന്നു. നന്ദിനിയെ കണ്ടത് മോളെ നന്ദിനി എന്ന് വിളിക്കുകയാണ്. അയ്യോ രാജേട്ട എന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. രാജേട്ടൻ ഈ വഴിയൊക്കെ മറന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. അല്ല മോളെ അമ്മക്ക് സുഖമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് അമ്മക്ക് സുഖമായോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കേണ്ട അവളെ. പിന്നീട് രാജു നന്ദിനിയുടെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണ്. അല്ല മോളെ മോളുടെ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ, അസുഖം പൂർണ്ണമായിട്ടങ്ങ് മാറിയിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത് അങ്ങനെയൊന്നുമില്ല രാജുട്ടാ, അത് ഇന്നലെ ഉറക്കം ഒഴിച്ചതിൻ്റെയാ. രാജു പറയുന്നുണ്ട് ആ സൂര്യ സാർ കള്ളും കുടിച്ച് നല്ല ബഹളം ഉണ്ടാക്കി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാകില്ല അല്ലേ. അപ്പോൾ തല താഴ്ത്തി നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ മദ്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു നിർത്തുകയാണ്. ആ മണി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, മൂക്കാസുമായി കിടന്നപ്പോൾ ഇവിടെയുള്ള പിശാചുകൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം. ശേഷം വേദയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ തിരിക്കുകയാണ്. അത് പെട്ടെന്നങ്ങ് മാറാൻ പാടില്ലായിരുന്നു, എന്തൊക്കെയെങ്കിലുമൊക്കെ സംഭവിക്കണമായിരുന്നു എന്നൊക്കെ പറയാൻ. ചുമ്മാ ആയിരിക്കും രാജുവേട്ട അങ്ങനെ പറയാതെ എന്ന് പറയാൻ നന്ദിനി. എന്നിട്ട് പറയുന്നില്ലേ രാജുവേട്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടേ വേഗം ഇങ്ങോട്ട് വാ, ഇവിടെ നല്ല ജോലിയുണ്ട്, വേഗം വരണേ എന്ന് പറയട്ടോ. അങ്ങനെ രാജു അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ആ സമയത്ത് നന്ദിനിയുടെ ഫോൺ റിങ് ചെയ്യാണ്. അച്ഛൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവൾ ഫോൺ എടുക്കുകയാണ്. സുധേവൻ പറയുന്നുണ്ട് മോള് പറഞ്ഞതുപോലെ കൈനീട്ടം കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ അച്ഛൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ തുണിയും എടുത്തിട്ടുണ്ട്. പിന്നെ സൂര്യസാറിന് അരപ്പവൻ്റെ മോതിരവും എന്ന് പറയാൻ. നന്ദിനി പറയുന്നുണ്ട് മോതിരമോ, അത് എന്തിനാച്ചാ? ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് തരുന്നതാണല്ലോ. പിന്നെ ഉണ്ടായിരുന്ന പൊട്ടും പൊടിയൊക്കെ തട്ടിയിട്ട് അരപ്പവനങ്ങ് ആക്കിയെടുത്തു. അതൊന്നും വേണ്ടിയിരുന്നില്ല അച്ഛ എന്ന് പറയാൻ നന്ദിനി. അതെങ്ങനെ മോളെ, നിന്റെ അടുത്തേക്ക് വരുമ്പോൾ മോശാക്കിയാൽ അത് മോക്ക് തന്നെയല്ലേ അതിൻ്റെ കുറവ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു നന്ദിനി. വരവിൻ്റെ കാര്യം ഞാൻ കാത്തുവിനോട് പിച്ചിനോട് പറഞ്ഞപ്പോൾ അവരും കൂടെ പോയിരുന്നു എന്ന് ഒരേ പിടിവാശി. പിന്നെ മുത്തശ്ശിയുടെ കാര്യം നിനക്കറിയാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടി വരാമെന്ന് തീരുമാനിക്കുകയാണ്. എന്താ മോള് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ വെച്ചാൽ എല്ലാവരും കൂടി വരെ. അപ്പോൾ സുധേൻ പറയുന്നത് അത് മോളെ എല്ലാവരും കൂടി ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിച്ച് തന്നെ പേടിയാണ്. മുൻപ് നടന്നതൊക്കെ മോക്കറിയാമല്ലോ എന്ന് പറയാണ്. നന്ദിനി പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല, മുൻപ് നടന്നതുപോലെയൊന്നും ഇനി നടക്കില്ല. അച്ഛൻ വാ, ഇവിടെ എല്ലാ കാര്യങ്ങളും സൂര്യസാർ നോക്കിക്കോളും. സൂര്യസാറിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. എനിക്കൊരു വിഷമം വന്നാൽ സൂര്യസാർ നോക്കി നിൽക്കില്ല എന്ന് പറയാണ്. സുധേൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഞങ്ങൾ വരട്ടെ മോളെ. വന്നോ എന്ന് പറയാണ് നന്ദിനി. എന്നാൽ ശരി മോളെ, ഞാൻ അവരോടൊക്കെ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് സുധേൻ ഫോൺ വെക്കുകയാണ്. രാജുവിന് ഇത് കേട്ടുകൊണ്ടാണ് നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നത്. അല്ല മോളെ ആര് വരുന്ന കാര്യമായി പറയുന്നത്? നന്ദിനി പറയുന്നുണ്ട് വിഷു അല്ലേ, കൈനീട്ടം തരാൻ വേണ്ടി വീട്ടിൽ നിന്ന് അവർ വരുന്നുണ്ട്, ആ കാര്യം പറഞ്ഞതാണ്. പിന്നെ അനിയത്തിമാരും മുത്തശ്ശിയൊക്കെ ഉണ്ട് എന്ന് പറയാണ്. രാജു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോൾ ആദ്യം ഈ വിവരം സൂര്യസാറിനോട് പറയണം. സാറ് മറ്റേതെങ്കിലും പരിപാടി ഏൽക്കുന്നതിന് മുൻപ് ഈ കാര്യം അവതരിപ്പിക്കണം. പിന്നെ ഇവിടെയുള്ള ദുർഭൂതങ്ങളുടെ ഇടയിലേക്കല്ല അവർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നന്ദിനിക്കും അത് ശരിയാണെന്ന് തോന്നാൻ അവൾ പറയുന്നുണ്ട് എങ്കിൽ രാജുവേട്ട ഈ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നോക്കണേ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ കേട്ടോ. ആ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന സൂര്യ ഉണർന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. നന്ദിനി റൂമിൻ്റെ ഡോറിനടുത്ത് എത്തുകയാണ് കേട്ടോ. അവൾക്ക് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾക്ക് ആലോചിച്ചിട്ട് നല്ല ചമ്മൽ തോന്നുകയാണ്. റൂമിലേക്ക് കയറാൻ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സൂര്യ അവളെ കാണുകയാണ്. സൂര്യക്കുള്ളിൽ നല്ല ചിരി വരികയാണ് കേട്ടോ. അവൻ മനഃപൂർവ്വം പിടിച്ചു വെച്ച് നിൽക്കുകയാണ്. നന്ദിനി പതിയെ സൂര്യയുടെ അടുത്തേക്ക് നടന്ന് ചെന്നിട്ട് സാറേ എന്ന് വിളിക്കുകയാണ്. എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. അല്ല വിഷുവൊക്കെ വരികയല്ലേ, ഇന്ന് വിഷു ആണോ എന്ന് ചോദിക്കുകയാണ്. അതല്ല 2 ദിവസം കഴിഞ്ഞാൽ വിഷു അല്ലേ, അതുകൊണ്ട് തനിക്കെന്തേ പ്രത്യേകിച്ച് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ. അങ്ങനെയല്ല, നാളെ രാവിലെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വരും, നമുക്ക് കൈനീട്ടം തരാൻ എന്ന് പറയാണ്. ആണോ, അവർ വരട്ടെ എന്ന് പറയണ്ട സൂര്യ. അതൊരു ചടങ്ങല്ലേ എന്ന് പറയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കുന്നതിന്. എന്ത് കുഴപ്പം, തനിക്ക് അവർ വരുന്നത് ഇഷ്ടമല്ലേ ചോദിക്കുന്നതിന്. അതെ, എങ്കിൽ തനിക്കിഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണല്ലോ. അല്ല പത്മ മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന പേടിയാണ് എനിക്ക്. സാർ ആ സമയത്ത് ഇവിടെ ഉണ്ടാകണം എന്ന് പറയാണ്. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ ആ സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാകും, എവിടെയും പോകുന്നില്ല, പോരെ എന്ന് ചോദിക്കാണ്ട സൂര്യ. അപ്പോൾ നന്ദിനിക്ക് സന്തോഷമാക്കുകയാണ്. മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് സൂര്യ പറയുകയാണെ അവർ വന്നാൽ ഇന്ന് തന്നെ പോകാമെന്ന് കരുതണ്ട കേട്ടോ, കുറച്ച് ദിവസം കഴിഞ്ഞ് വിഷുവൊക്കെ നമ്മുടെ കൂടെ ആഘോഷിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. നന്ദിനി പറയുന്നത് അത് വേണ്ട സർ, അത് പ്രശ്നമാക്കും, ഇവിടെയുള്ളവർ അവർ വന്നിട്ട് അവരുടെ വിഷു ഇല്ലാതായി എന്ന് പറയും, അത് വേണ്ട സർ എന്ന് പറയാണ്. എന്താ വേണ്ടായി, അച്ഛൻ വന്നാൽ ഞാൻ അച്ഛനെ കൂടെ പറഞ്ഞ് സമ്മതിച്ചോളാം. ഇനി നിനക്ക് അവർ ഇവിടെ വിഷു ആഘോഷിക്കുന്നതിന് ഇഷ്ടമില്ല എങ്കിൽ ഓക്കെ എന്ന് പറയാൻ. നന്ദിനി പറയാൻ എനിക്ക് അങ്ങനെ ഉണ്ടാവുമോ, എനിക്ക് അവരോടൊപ്പം വിഷു ആഘോഷിക്കുന്നതിൻ്റെ സർ സന്തോഷം എന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത്തവണ ഒന്നിച്ച് ആഘോഷിക്കാം എന്ന് പറയാൻ കേട്ടോ സൂര്യ. അങ്ങനെ ഓക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നന്ദിനി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സൂര്യ നന്ദിനി അവിടെ നിന്നേ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നത് ഇന്നലെ ഇവിടെ എന്തായിരുന്നു ആഘോഷം, എന്തൊക്കെയായിരുന്നു എന്ന് പറയാൻ. നന്ദിനി പറഞ്ഞു എന്ത്, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അവൾ മനഃപൂർവ്വം അഭിനയിക്കുകയാണ്. ഒന്നും ഓർമ്മയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, പിന്നെ നന്നായിട്ട് ഞാൻ കിടന്നുറങ്ങി, അതാ എനിക്ക് കിട്ടിയ ആകെയുടെ ഒരു ആശ്വാസം എന്ന് പറയാൻ. ഓഹോ അങ്ങനെയാണല്ലേ, എങ്കിലൊക്കെ. അല്ല വിഷു ആഘോഷിക്കണമെന്ന് ഞാൻ മദ്യം കുടിക്കും, എന്താ താനും കുടിക്കുന്നോ, ഞാൻ കുടിച്ചാൽ താനും കുടിക്കുമെന്നല്ലേ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. നന്ദിനി പറയുന്നുണ്ട് ഇല്ല സാർ, എനിക്ക് ആ കാര്യം ഓർക്കാനേ വയ്യ, ഇന്നലെ ഒരു ഭ്രാന്ത് കാണിച്ചത് കൊണ്ട് ഇന്ന് എനിക്ക് രാവിലെ എഴുന്നേറ്റിപ്പോൾ മുതൽ തലവേദനയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരെണ്ണം ഇപ്പോൾ കുടിക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ അതുവരെ പാവമായി നന്ദിനിയുടെ മുഖഭാവം മാറുകയാണ്.
സാറ് കുടിച്ചാൽ സത്യമാണ് ഞാൻ കുടിക്കും. ഞാൻ ഇനി ഒന്നും നോക്കില്ല. ഇത് നന്ദിനിയാണ് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സൂര്യ ഇല്ല കുടിക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി താഴേക്ക് പോവുകയാണ്. സൂര്യ എൻ്റെ ദൈവമേ, ഇവൾ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് സൂര്യയുടെ ഫോൺ റിംഗ് ചെയ്യാണ്. അത് കമ്പനിയിൽ നിന്നും ആനന്ദായിരുന്നു കേട്ടോ. സർ, മുംബൈയിൽ നടക്കുന്ന ബിസിനസ് എക്സ്പോയിൽ നമ്മുടെ കമ്പനിയുടെ സ്റ്റോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതലാണ് എക്സ്പോ തുടങ്ങുന്നത്. 2 നോർത്ത് ഇന്ത്യൻ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉറപ്പിച്ചിരുന്നല്ലോ. യതീന്ദ്ര സാറിന് സംസാരിച്ചപ്പോൾ സാറാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതനുസരിച്ച് സെറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയാണ്. സൂര്യ പറഞ്ഞത് ഡേറ്റ് പ്രശ്നമല്ല, എന്നായെങ്കിലും മതി. പിന്നീട് സൂര്യ തന്നെ മാറ്റി പറയുന്നുണ്ട്, എന്തായാലും വിഷു കഴിഞ്ഞിട്ടാവും, വിഷുവിന് ഞാൻ ഇവിടെ വേണം, അത് നിർബന്ധമാണ് എന്ന് പറയാൻ. ഓക്കെ സർ എന്ന് പറഞ്ഞ് മാനേജർ ഫോൺ വെക്കുകയാണ്. ശേഷം കാണിക്കുന്നത് നന്ദിനി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴെ സോഫയിൽ എതിസാറും പത്മയും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾ അവരുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. എന്താ മോളെ എന്ന് എതിസാർ ചോദിക്കുകയാണ്. അത് നാളെ വീട്ടിൽ നിന്ന് അച്ഛനും അനിയത്തിമാരും മുത്തശ്ശിയും കൂടി വരുന്നുണ്ട്, വിഷുവിന് കൈനീട്ടം തരാൻ എന്ന് പറയാണ്. ആഹാ, അവർ വരട്ടെ, നല്ല കാര്യമാണല്ലോ എന്ന് എതിസാർ പറയാണ്. സൂര്യ സാറിനോട് ഞാൻ പറഞ്ഞു, സാറ് സമ്മതിച്ചു. ഇനി പത്മ മാഡം എന്ന് പറഞ്ഞതും പത്മ തിരിച്ചു പറയാണ്, എനിക്ക് സമ്മതമില്ല, എനിക്ക് ആ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എതിസാർ പറഞ്ഞു, എന്താ പത്മ ഇത് വിഷു ആയിട്ട് എന്ന് പറയാണ്. വിഷു അല്ല, അതിലും വലിയ ആഘോഷം ഇവിടെ നടന്നാലും എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നും ഒരൊറ്റെണ്ണം പോലും കാലെടുത്ത് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് നിങ്ങൾ വലിയ അഭിമാനക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പറയാൻ കേട്ടോ പത്മ. നന്ദി വളരെ വിഷമത്തോടു കൂടി ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് സൂര്യ താഴേക്ക് വരികയാണ് കേട്ടോ. അച്ഛാ, സംഭവം അറിഞ്ഞല്ലോ, നന്ദിനിയുടെ വീട്ടുകാർ വിഷുവിന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിനു മുൻപ് അവർ വന്നപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ പ്രശ്നം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അച്ഛൻ വലിയ ആളായിരിക്കും, സമ്പന്നനായിരിക്കും, പക്ഷേ അച്ഛൻ്റെ അഭിമാനത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ, നന്ദിനിയുടെ കുടുംബം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ വേദനിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ എന്ന് പറയണം. അപ്പോൾ പത്മ പറയുന്നത്, മുഖത്ത് നോക്കി പറയടാ. സൂര്യ പറയുന്നുണ്ട്, അയ്യോ മുഖത്ത് നോക്കി പറയാൻ പേരുണ്ടായിട്ടില്ല, പറഞ്ഞ് എനിക്ക് നാണം പോയത് കൊണ്ടാണ് എന്നൊക്കെ പറയാണ്. പിന്നെ നന്ദിനി, ആരെങ്കിലും പറയുന്നത് കേട്ട് നീ വീട്ടിലേക്ക് വിളിച്ച് അവരോട് വരണ്ട എന്ന് പറയരുത്. അവർ ഇവിടെ വന്നാൽ അവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. തന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാമെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാനും എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പത്മയെ നന്നായിട്ട് വെല്ലുവിളിക്കാൻ. അവസാനം പത്മ ഒന്നും പറയാതെ അവരെ ഒന്നും എഴുന്നേറ്റ് പോകാൻ കേട്ടോ. സൂര്യ അപ്പോൾ നന്ദിനി, ഇങ്ങനെ നീ അവരോട് വരണ്ട എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ നിന്നെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നത്. അത് ഇനിയും ഉണ്ടാകും, പക്ഷേ നീ അതൊന്നും കാര്യമാക്കേണ്ട. അവർ വരുന്നു, നമ്മൾ ഇരു കഴിഞ്ഞിട്ടും അവരെ സ്വീകരിക്കുന്നു, എന്നിട്ട് സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുന്നു, അതിലൊരു മാറ്റവുമില്ല, അല്ല അച്ഛ എന്ന് പറയാണ്. അതെ എന്ന് പറയേണ്ട എതിസേറും. അങ്ങനെ നന്ദിനിക്ക് ആശ്വാസം തോന്നുകയാണ്. എന്നാൽ അകത്തേക്ക് പോയ പത്മ റൂമിലിരുന്ന് മക്കളുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ. വേദ പറയുന്നുണ്ട്, മമ്മി ശരിക്കും അവളുടെ വീട്ടുകാർ ഇവിടേക്ക് വരുമോ? അതിനുള്ള ധൈര്യം സുദേവൻ്റെ മക്കൾക്കുണ്ടാവുമോ? വിജയ് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, വെറുതെ നമ്മളെ എരിവ് കയറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. അവർക്കറിയാം എന്തിൻ്റെ പേരിലായാലും ഇവിടെ വന്നാൽ നാണം കെട്ടിയിട്ട് തിരിച്ചു പോകാൻ പറ്റുകയുള്ളൂ, അതുകൊണ്ട് അവർ വരില്ല എന്ന് പറയാണ്. ഇന്ദ്രജയം പറയുന്നത്, എനിക്കും അങ്ങനെ തോന്നുന്നത്. ഇതെല്ലാം കേൾക്കുന്ന പത്മ പറയുന്നുണ്ട്, കഴിഞ്ഞോ നിങ്ങളുടെ വീരവാദങ്ങൾ? കഴിഞ്ഞ ഓണത്തിന് എങ്ങനെയായിരുന്നു? അവൻ അവളുടെ വീട്ടിൽ ഓണം കൂടാൻ തീരുമാനിച്ചു. നിങ്ങൾ 3 പേരെ വിദഗ്ധമായിട്ട് അവിടേക്ക് കൊണ്ടുപോയി, ഒന്നിച്ച് തിരുവാതിര കഴിച്ചു, ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു, ആ കുടുംബത്തെ സന്തോഷിക്കാൻ വേണ്ടിയുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു. ഒറ്റപ്പെട്ടു പോയതേ ഞാനാണ്, പട്ടിണി കിടന്നതും ഞാൻ മാത്രമാണ്. അതൊക്കെ മറന്ന് സംസാരിച്ച് പോയത് ഒരൊറ്റ എൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ വേദ പറയുന്നത്, അത് മമ്മി അപ്പോഴത്തെ സാഹചര്യം ഏട്ടൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരതിനെ മേക്ക് ഓവർ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ല, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എന്തായാലും അവർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചത് എന്ന് പറയാൻ പത്മ. എന്തായാലും വരാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ അവർ വരട്ടെ. 1 മിനിറ്റെങ്കിലും അവർ തികഞ്ഞ് ഇവിടെ ചിലവഴിച്ചാൽ ഒരു ജന്മത്തിനുള്ള നാണക്കേട് കൊണ്ടേ അവർ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ വിജയ്, അത് ആൻറ്റി സൂര്യ എന്ന് പറയുകയാണ്. ഇതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ അവൻ ബഹളം വെച്ച് ഇത് രണ്ടായാലും അതിൽ എനിക്കൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ പറഞ്ഞ് വാശിയോടെ നിൽക്കുന്ന പത്മയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.